ഹായ് ഫ്രണ്ട്സ്, മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഉപ്പും മുളകും അല്ലെങ്കിൽ ഉള്ളിയും മുളകും ഞെരടിയത് അല്ലെങ്കിൽ പുളിയും മുളകും ഇങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലത്ത് പറയുന്നത്. എന്തൊക്കെയായാലും ഇതിനകത്ത് വരുന്ന ഐറ്റംസ് നമ്മുടെ വറ്റൽമുളക്, അതേപോലെ തന്നെ ചുവന്നുള്ളി, ഉപ്പ്, പുളി, വാളംപുളി, വെളിച്ചെണ്ണ, ഇത്രയും ഐറ്റംസ് മതി നമുക്ക്. ഇത് നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മീൻ കഴിക്കുന്നവർക്കൊക്കെ ഒരു ദിവസം മീനില്ലെങ്കിലും ഇത് ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിലധികം ചോറ് കഴിക്കാം. സാധാരണ കഴിക്കുന്നതിൽ നിന്നും കൂടുതൽ ചോറ് കഴിക്കും ഈ ഒരു കറി ഉണ്ടെങ്കിൽ. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി, ഒരു 5-8 കഷ്ണം ചെറിയ ഉള്ളി, വറ്റൽമുളക് നമ്മളൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് കഴുകാതൊക്കെയാണല്ലോ, കഴുകി വെക്കുന്നവർക്ക് കഴുകേണ്ട കാര്യമില്ല. അല്ലാതെ കഴുകാതെ നമ്മൾ പാക്കറ്റിലൊക്കെ ഇപ്പം അത്യാവശ്യം എല്ലാവരും മുളകൊക്കെ വാങ്ങി പൊടിച്ചെടുക്കുന്നത് കാരണം നമ്മൾ കടുക് വറക്കാനൊക്കെയാണ് അത്യാവശ്യം മുളക് വീട്ടിൽ വാങ്ങിച്ച് വെക്കാറുള്ളത്. അത് കാരണം അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമുക്ക് ചീനച്ചട്ടി വെക്കാം. ചീനച്ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഈ മുളകൊന്ന് ഇട്ട് അതിലെ വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കണം. അത് നല്ല ഒന്ന് ചൂടായി വരുമ്പോൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ചെറിയ ഉള്ളി, നമ്മുടെ കുഞ്ഞുള്ളി 2 കഷ്ണമായിട്ടൊന്ന് മുറിച്ച് അതിലേക്ക് ഇടുക. എല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ട് അത് ഒരു കറക്കിന് കറക്കി എടുക്കാവുള്ളൂ. അധികം കറക്കി കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പ് വരും. അത് കാരണം ഒന്ന് ജസ്റ്റ് ചതഞ്ഞാൽ മതി. എന്നിട്ട് ലേശം ഉപ്പും ഇട്ട് ആ ചീനച്ചട്ടി ബാക്കി വരുന്ന വെളിച്ചെണ്ണയും ഒഴിച്ച് എക്സ്ട്രാ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഞെരടി നമുക്ക് ചോറ് കഴിക്കുമ്പോൾ അതിൽ കൂട്ടത്തിൽ ഉപയോഗിക്കാം. ഇന്നിപ്പം കറിയൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും ഇന്നത്തെ ഇവിടെ മീൻ ഫ്രൈ ഉണ്ട്, മാങ്ങ അച്ചാർ, പുളിശ്ശേരി, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും മുളകും. ഹസ്ബൻഡ് ഉപ്പും മുളകും മാത്രം കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. അത് മാത്രം മതി, വേറെ ഒരു കറിയും വേണ്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഉപ്പും മുളകും ഞെരടി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാം ഒരുവിധമൊക്കെ, എന്നാലും എൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.